ഞാൻ ഫോണിലൂടെ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട്. അവനെ കാണുമ്പോഴേ പേടിച്ച് ബബ്ബയൊന്നും വെക്കരുത്. വളരെ വ്യക്തമായി ധൈര്യത്തോടെ ഒട്ടും പതറാതെ ചങ്കൂറ്റത്തോടെ അവന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയണം. സത്യം? അതെ, ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങള് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം അവനോട് പറഞ്ഞേക്കണം. ഇത് കള്ളത്തരമാണെന്ന് അവനൊരു കാരണവശാലും തോന്നരുത്. ഇല്ല മാഡം. നിന്റെ മൊഴി പോലെ ഇരിക്കും ആ പത്മയുടെ വിധി. മനസ്സിലായോ? എന്താടി നിന്ന് തല ഉലുക്കുന്നേ? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ അവന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞില്ലെങ്കിലേ നിന്നെയും നിന്റെ മുത്തശ്ശനെയും നിന്റെ കൂടപ്പിറപ്പുകളെയും ഞാനേ ഒരു വള്ളത്തിൽ കയറ്റി കായലിലേക്ക് വിടും. നിന്റെ അച്ഛനും അമ്മയും പോയതുപോലെ ആ വള്ളവും കായലിന്റെ കയത്തിലേക്ക് പോവും. മനസ്സിലായോ? മാറിയകത്തേക്ക്. പറയടി. പവിത്ര എന്ന ഒരു സിസ്റ്ററിനോട് വർമ്മ സാറിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അടുത്തുകൂടി സാറിനെ പ്രേമിക്കണം, എന്നിട്ട് സ്വത്തെല്ലാം എഴുതി വാങ്ങി ഇവർക്ക് കൊടുക്കണമെന്ന്. എന്തൊക്കെ കള്ളത്തരങ്ങളെ ഈ സ്ത്രീ പറയുന്നേ? ഇവരെ ഞാനൊന്നും. മോളെ വേണ്ട, ഇതൊരു പാവാ. ഈ അംബിക എന്ന പേ പിശാചിന്റെ ട്രാപ്പിൽ പെട്ടുപോയി. അംബിക പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞില്ലെങ്കില് ഇവളുടെ ഡെഡ് ബോഡി വല്ല റെയിൽവേ പാളത്തിലും കിടക്കും. അംബിക ഇവളെ കൊന്നുകളയും. നിർത്തടി. ഇതൊക്കെ പ്രതാപേട്ടൻ എങ്ങനെ വിശ്വസിക്കുന്നു? മിനിസ്റ്റർ ആയിരുന്ന ആളല്ലേ? മിനിസ്റ്റർ നല്ല മനുഷ്യനും കരുണയുള്ളവനൊക്കെയാണ്. പക്ഷേ പെങ്ങളുടെ തൊടലില് കുരുങ്ങിപ്പോയി. നിങ്ങളൊരു നല്ല സാമൂഹ്യ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനും അല്ലേ പ്രതാപവർമ്മ സാറേ? ആദ്യം ഈ മഹാപാവത്തെ നിങ്ങളുടെ പെങ്ങളുടെ പിടിയിന്ന് രക്ഷിക്കും. അല്ലെങ്കിലേ ഈ കൊച്ചിനെ ഈ താടക കൊന്നുകളയും. അവസാനമായി ഒരു കാര്യം കൂടി എനിക്ക് നിന്നിൽ നിന്ന് അറിയാനുണ്ട്. സിസ്റ്റർ പവിത്ര എന്ന കള്ളപ്പേര് എന്നെ ചികിത്സിച്ചത് നീ ആയിരുന്നോ? സംശയം വേണ്ട, ഞാൻ തന്നെ. നിന്നെ ഞാൻ തല്ലിക്കോ. എന്ത് മനുഷ്യസ്നേഹിയാണെങ്കിലും സോഷ്യലിസ്റ്റ് ആണെങ്കിലും രക്തത്തിൽ ആ മാടമ്പിത്തരം കാണുമല്ലോ. ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തിന് നീ ആൾമാറാട്ടം നടത്തി എന്റെ അടുത്ത് കൂടി എന്നതാണ് എന്റെ ചോദ്യം. അതിനുത്തരം നമ്മുടെ മോള് പറയും. നമ്മുടെ മോളോ? ദേ, നിന്റെ മുൻകാല കഥകളൊന്നും ഞാനിവിടെ വിളിച്ചു പറയുന്നില്ല. എന്റെ സംസ്കാരം അതല്ല. അച്ഛനറിയാമോ, മരിക്കാൻ കിടന്ന അച്ഛന്റെ ജീവൻ തിരിച്ചു തന്നത് ഈ നിൽക്കുന്ന എന്റെ അമ്മയാ. മതി, ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇവളുടെ വിധി ഞാൻ തന്നെ പറയാ. നിങ്ങളുടെ വിധി കേൾക്കാനും അനുസരിക്കാനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എനിക്കും കൂടി അവകാശമുള്ള ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഞാൻ ഇറങ്ങാം. അമ്മേ, തേച്ചാലും കുളിച്ചാലും മാറാത്ത നാണക്കേട്. എന്തൊരു അപമാനം! എന്തൊക്കെയാ അവര് വിളിച്ചു പറഞ്ഞ്? അല്ല, എന്തൊക്കെയാ അവിടെ നടന്നേ? അവരിതൊക്കെ കരുതിക്കൂട്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. മനുഷ്യരെ വീട്ടിൽ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കുകയും നാണം കെടുത്തുമൊക്കെ ചെയ്യുന്നത് ഒരുതരം തിണ്ണമെടുക്കല്ലേ? അതെ, ഈ പിറന്നാൾ ആഘോഷം നടത്തിയത് തന്നെ നമ്മളെ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കാനാണെന്ന് തോന്നിപ്പോയി. ഋതുവിന്റെ വിശേഷറിയിക്കൽ ചടങ്ങ് ആദ്യം സംഘടിപ്പിച്ചത്. അപ്പോഴാ മനസ്സിലായത് വിശേഷമില്ലാന്ന്. പിന്നീടത് അംബികയുടെ പിറന്നാൾ ആഘോഷാക്കി മാറ്റിയതും ഞാൻ തന്നെയാ. നീ വല്ലതും അറിയുന്നുണ്ടോ? നീ വെറും മൊണ്ടൻ. നിന്നെ അറിയിക്കാതെയാ
അവരിതൊക്കെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയത്. ഹ്, അതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി നീ. എടേ, ഇവന്റെ കയ്യില് കള്ളവും ഇല്ല, ചതിയില്ല. ഇവനൊരു ശുദ്ധഗതിക്കാരനായി പോയി. നീ എന്തിനാടി അവന്റെ മക്കെട്ടുകാരന്? അവൻ ശുദ്ധഗതിക്കാരനായതുകൊണ്ടുള്ള കുഴപ്പം തന്നെയാ ഞാൻ പറഞ്ഞത്. അല്ല, അച്ഛൻ ശ്രദ്ധിച്ചോ? നമ്മൾ അവിടെ ചെന്നപ്പോ മുതല് വർമ്മ സാറ് നമ്മളെ ഒന്ന് നോക്കുകയോ ഒന്ന് വർത്താനം പറയുകയോ ചെയ്തോ? ശരിയാ, ഏതാണ്ട് ശത്രുക്കളെ കാണും പോലെയാ സാറ് നമ്മളെ നോക്കിയത്. നമ്മൾ അങ്ങോട്ട് നാണം കെട്ടി ചെന്നപ്പോഴാ ഒന്ന് മിണ്ടിയത് തന്നെ. ആ, അതാ പറഞ്ഞത് അവര് കരുതിക്കൂട്ടി ചെയ്തതാ ഇതെന്ന്. ആ ശേഖരൻ സാറും യാമിനി മാഡം ഒഴിച്ച എല്ലാവരും ഒരേ ഗ്രൂപ്പാ. അവര് നമ്മളെ എന്നും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ എല്ലാവരും നാണം കെടുത്തി. ചെറുപ്പം മുതലേ എന്റെ കുഞ്ഞ് അങ്ങേരെ പിന്നാലെ നടന്നാലേ വർമ്മ സാറേ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങേര് എന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ അവരെല്ലാവരും കൂടെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടില്ലേ? അവരെല്ലാവരും എന്തും പറഞ്ഞോട്ടെ, ഇവന്റെ ഭാര്യ എന്താ പറഞ്ഞത്? ഭർത്താവിനെ വേണ്ട, അവൾക്ക് അച്ഛനെ മതിയെന്ന്. അച്ഛന് മാത്രം മതിയെങ്കിൽ പിന്നെ എന്തിനാ അവൾ ഇവനെ കെട്ടിയത്? ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെയല്ലേ അവള് നമ്മുടെ കൊച്ചിനെ തട്ടിയെടുത്തത്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറി പോയതാ. സമ്മതിച്ചോ ആ പെണ്ണ്?